വന്നിട്ടുള്ളത് ഒരു കുട്ടി ചോക്ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് അമ്മമ്മക്കൊരു വീക്ക്ലി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും കുറച്ചൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരണമെന്ന്. അപ്പം അമ്മമ്മ ഇത് രണ്ടും കൊണ്ടുവന്നു. എനിക്ക് പിങ്കാണ് കേട്ടോ, എനിക്ക് പിങ്ക് ഭയങ്കര ഇച്ചുവിന് ഓറഞ്ചാണ് ഗൈസ്. അവൻ കുറച്ചൊക്കെ ഡിസ്പോയിൻ്റാണ്. കാരണം പിങ്ക് കൊടുത്താൽ എന്തായാലും ചവിട്ടി പുറത്താക്കി വീട്ടിൽ അമ്മമ്മേനെ. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആ ഒരു കളറാണ് അവന് ഇഷ്ടം. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. അതെ എന്തായാലും എനിക്കിൻ്റെ ഷേപ്പിലാണ് ഒരു കൗതുകം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒന്നല്ലെങ്കിൽ ജെംസിൻ്റെ മിനി വേർഷൻ അല്ലെങ്കിൽ ജീരക മിഠായി ആദ്യം ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നോക്കാം പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ജീരക മിഠായി ആണെന്ന് എനിക്ക് എന്തായാലും കാണാം. അപ്പം എൻ്റെ കണ്ണല്ലേ ഗൈസ്, ശിവൻ്റെ കണ്ണുണ്ട്. ഇത് നല്ല ഓറഞ്ച് ചോട്ടാ ഭീമും എൻ്റെ നല്ല പിങ്ക് ചോട്ടാ ഭീമും. ഇതൊക്കെ കുറിച്ചൊക്കെ എന്തായാലും ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇതൊരു വണ്ടി ടൈപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ പൊട്ടിക്കാം. ഇത് സിമ്പിളാണ് ഗൈസ് പൊട്ടിക്കാൻ. പുതിയ ജീരക മിഠായി എനിക്ക് ഇതിൻ്റെ ഷേപ്പിലാട്ടോ കൗതുകം. ജീരക മിഠായിയാണ് നല്ലതാണ്. കഴിച്ചിരുന്നാൽ പിന്നെ അവിടെ കഴിക്കലേ ഉണ്ടാവില്ല. എനിക്ക് അടുത്ത് എന്തായാലും ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ചോട്ടാബീൻ ഇവിടെ ഒരാളത് കഴിച്ചിട്ട് അത് തിരിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വിചാരിച്ചാൽ പിന്നെ കൊണ്ടുവന്ന് ഈ ഒരു ചോക്ലേറ്റാണ്. ഇത് പകുതി ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിനെ പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല. ഇതെന്തായാലും ഇത് തലേൻ്റെ ബാക്കിലായിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇച്ചിരി അത് ഓപ്പൺ ചെയ്ത് ഗൈസ് കിട്ടി ഗൈസ്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിളായിരുന്നു. പക്ഷെ അവൻ്റെ കുറച്ച് കളയാറുണ്ട്. ഇത് സെയിം ജീരക മിഠായി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ലുക്കിൽ. ഇതും ജീരക മിഠായിയാണ് ഗൈസ്. പക്ഷേ ഈ ജീരക മിഠായിൻ്റെ ഷേപ്പ് നല്ല ബോൾ വല്ലത്. ഇതിൻ്റെ നോക്ക് നല്ല തിന്നായിട്ടുള്ള വടിയൊക്കെ പോലെയുള്ളത്. എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീട്ടിട്ടാണ്. അതൊക്കെ എല്ലാവർക്കും ബൈ.